കോഴി വളർത്തുന്ന പലരും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് കോഴികളെ അസുഖങ്ങൾ വന്നാൽ പിന്നെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾക്ക് പലർക്കും പല മരുന്നുകളും അറിയാം. തൂങ്ങി നിൽക്കുമ്പോഴത്തേന് പലരും ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കും. പക്ഷേ കോഴികൾ രക്ഷപ്പെടില്ല അധികം. അപ്പോൾ അങ്ങനെ കോഴി വളർത്തലിനോട് നമുക്കൊരു മടുപ്പ് വരും. കോഴിക്കുഞ്ഞുങ്ങൾക്കാണ് പ്രധാനമായിട്ട് അസുഖങ്ങൾ വരിക. അന്നേരം നമുക്ക് ആകെ മനസ്സ് ചടച്ചു. അപ്പോൾ എന്ത് അസുഖം വന്നാലും ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ആ ഒരു പരിപാടി നിങ്ങൾ നിർത്തണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലും അതിലും ഇതിലൊക്കെ ആയിട്ട് നമുക്കറിയാം കോഴിക്ക് വയ്യാതായാൽ ആദ്യം എൻട്രോ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ലിക്സൻ പൗഡർ കൊടുക്കണം. അങ്ങനെ ഒരുപാട് മരുന്നുകളെ പേര് നമുക്കറിയാം. നമ്മൾ എന്തൊക്കെയോ കലക്കി കൊടുക്കും. പക്ഷേ അങ്ങനെയല്ല. കോഴികൾക്ക് 2 ടൈപ്പുള്ള അസുഖങ്ങളുണ്ട്. ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഉണ്ട്, വൈറൽ ഇൻഫെക്ഷനും ഉണ്ട്. അപ്പോൾ നമുക്കിത് ഒരു കോഴിനെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല എന്താണ് ഈ പറ്റിയിട്ടുള്ളത് എന്ന്. അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷന് നമ്മൾ വൈറൽ ഇൻഫെക്ഷൻ്റെ മരുന്ന് കൊടുത്താൽ നമുക്കതിനൊരു ഫലപ്രദമാവില്ല കേട്ടോ. അത് മാറി കിട്ടൂല. അപ്പോൾ നമ്മൾ ആയിരിക്കും മരുന്ന് കൊടുത്തിട്ടും കഴിച്ചിലാവുന്നില്ല. ആകെ ചടച്ചു പോകും കോഴി വളർത്തൽ കേട്ടോ. അപ്പോൾ നമ്മളെ പിന്നെ കഴിഞ്ഞ ഈ ഒരു ഏപ്രിലിൽ നമ്മൾ ഒരുപാട് കോഴികൾ ഒന്നടക്കം ചത്തുപോയി. എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായില്ല, ആർക്കും മനസ്സിലാവില്ല. നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ചാവ് തന്നെയാണ്. പക്ഷേ ഈ ബാക്കി കോഴികൾ കൂടി ചാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക എന്നുള്ളത് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എനിക്കൊരു മരുന്ന് തന്നിട്ടോ. അപ്പോൾ ആ ഒരു മരുന്ന് കൊടുത്തപ്പോഴാണ് ബാക്കി കോഴികൾ കൂടി രക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ മരുന്ന് എന്താണെന്നും പറയാം. പിന്നെ വേറൊരു മരുന്നും കൂടി ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമ്മൾ ഈ കോഴിക്കുട്ടികൾ തൂങ്ങി നിൽക്കും, തീറ്റ എടുക്കാതെ തൂങ്ങി നിൽക്കും, പിന്നെ വെയിറ്റ് കുറഞ്ഞ് വരികയൊക്കെ ചെയ്യും. അത് ഒരുവിധം എല്ലാവരുടെ ഫാമിലുള്ള പ്രശ്നമാണ്. അപ്പോൾ വേഗം തന്നെ എല്ലാവരും എൻട്രോ കലക്കി കൊടുക്കും, അല്ലെങ്കിൽ മെറുക്കിയും കൊടുക്കും. അതൊക്കെ ഞാനും കൊടുത്തിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നെഞ്ചുണക്കിൻ്റെ കറക്റ്റ് മരുന്ന് നമ്മൾ കൊടുത്താലേ അവർക്കത് റിക്കവറായി വരുള്ളൂ കേട്ടോ. അപ്പോൾ നെഞ്ചുണക്കിന് കൊടുക്കണ മരുന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പശുവിനൊക്കെ കൊടുക്കുന്ന വലിയ ഗുളിക കേട്ടോ. ബയോട്രീം DS എന്ന് പറഞ്ഞ ഗുളിക ചെറിയ പീസാക്കിയിട്ട് ചെറിയ അളവിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലിവർ ടോണിക്കും നിർബന്ധമായിട്ടും കൊടുക്കണം. എന്നാലേ ഈ നെഞ്ചുണക്ക് എന്ന് പറഞ്ഞ രോഗത്തിൽ നിന്ന് റിക്കവറായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ കോഴിക്കുട്ടികൾ പെട്ടെന്ന് ഒരു ദിവസം തൂങ്ങി നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ വേഗം ആൻറ്റിബയോട്ടിക് എടുത്ത് കൊടുക്കും. അങ്ങനെയല്ല കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് എന്താ രോഗം എന്ന് അറിഞ്ഞതിൻ്റെ ശേഷം മാത്രം മരുന്ന് കൊടുക്കുക. അപ്പോൾ ഇതാണ് ടെട്രാസൈക്ലിൻ്റെ ഓറൽ പൗഡർ. ഇതാണ് നമ്മളെ ബാക്കിയുള്ള കോഴികളെയും കൂടി രക്ഷപ്പെടുത്തിയ ആ ഒരു മരുന്ന്, ആ ഒരു അത്ഭുത മരുന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്തെ കവറൊക്കെ ഞാൻ കളഞ്ഞു പോയി. ഇത് കട്ട പിടിക്കാതിരിക്കാൻ നല്ല ടിന്നിൽ പിന്നെ എയർ ടൈറ്റായിട്ട് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്നേരം ടിന്നിൽ ടച്ചാണ്. ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 നുള്ളാണ് കേട്ടോ കലക്കിയിട്ട് കൊടുക്കേണ്ടത്. എല്ലാ കോഴികൾക്കും അതന്നെ 3-4 ദിവസം കൊടുക്കാൻ കൊടുത്ത്. പിന്നെ ഇത് വേറെ മരുന്നാട്ടോ. ഇതാണ് സൂപ്പർ കോക്സ് എന്ന് പറഞ്ഞ മരുന്ന് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല റേറ്റുള്ള മരുന്നാട്ടോ. ഇതിന് 500 ചില്ലറയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതെന്താ ഇതിൻ്റെ ഉപയോഗം വെച്ചിട്ടുണ്ടെങ്കിൽ കോഴികൾ രക്തം കാഷ്ടിക്കുക, തീറ്റ എടുക്കാതെ തൂങ്ങി നിൽക്കുക, പിന്നെ കോക്സിഡിയോസിസ് എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ മരുന്നാട്ടോ അത്. അതായത് കോഴികളിലെ കുടലിലെ ഇൻഫെക്ഷൻ, പിന്നെ ഭക്ഷണം ദഹിക്കാത്ത അവസ്ഥ, പിന്നെ ഭക്ഷണത്തിലെ പൂപ്പൽബാധ, അതൊക്കെ വന്നിട്ട് കോഴികൾ രക്തം കാഷ്ടിക്കുക, വയറിളക്കം, വയറിൻ്റെ അസുഖം, പിന്നെ കുടലിലെ ഇത് ഒക്കെ മാറാനുള്ളതാണ് ആ സൂപ്പർ കോക്സ് എന്നുള്ള മരുന്ന് കേട്ടോ. അതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 1 ലിറ്ററിലേക്ക് 1 ഗ്രാമാണ് കലക്കി കൊടുക്കേണ്ടത്. പിന്നുള്ളതാണ് നമ്മളെ ബി കോംപ്ലക്സ്. ഇത് നമ്മൾ സാധാരണ കോഴികൾക്ക് ക്ഷീണമൊക്കെ വരാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രോവിപ്ലക്സ്, വിമ്രളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഞാൻ ബി കോംപ്ലക്സും നമ്മൾ കോഴികൾക്ക് കൊടുക്കലുണ്ട് കേട്ടോ. പിന്നെ മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ പലരും മരുന്ന് കൊടുക്കുമ്പോൾ രാവിലെ വെള്ളത്തിൽ അവിടെ കലക്കി കൊടുത്ത് വെച്ചിട്ട് പോരും. അപ്പോൾ ഈ കോഴി അത് കുടിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും നോക്കില്ല. അപ്പോൾ നമുക്കിപ്പോൾ 5-10 കോഴിയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കലക്കി വെച്ച വെള്ളം ഫില്ലറിലാക്കിയിട്ട് ഓരോ കോഴിയാണെങ്കിലും വേണ്ട, കോഴിക്കുട്ടിയാണെങ്കിലും വേണ്ടില്ല, ഏതാണോ അസുഖമുള്ള വെച്ചാൽ അതിനെ എടുത്തിട്ട് വായൽ കൊടുക്കുക. അങ്ങനെ 2 നേരം വെച്ച് 5 ദിവസം നമ്മൾ ഫില്ലറിലാക്കി വായ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും. അല്ലാതെ നമ്മൾ മടി പിടിച്ചിട്ട് വെള്ളത്തിൽ കലക്കി രാവിലെ അവിടെ കൊണ്ടുവച്ച് 2-3 കോഴി കുടിക്കുകയും ബാക്കിയുള്ളവർ കുടിക്കൂല. അങ്ങനെ പിന്നെ പറയും ആ മരുന്ന് കൊടുത്തിട്ട് അസുഖം മാറിയില്ല എന്ന് പറയും. അങ്ങനെ ഒരവസ്ഥയിലേക്ക് വരില്ല. ഞാൻ അന്നൊക്കെ ആ ടെട്രാസൈക്ലിന് പിന്നെ കലക്കിയിട്ട് കോഴികളെ കൂട്ടുന്ന പുറത്ത് വിടൽ പോലില്ല. എല്ലാവർക്കും വായ കൊടുത്തിട്ടുണ്ട് ടെട്രാസൈക്ലിന്. നമുക്ക് ബാക്കിയുള്ള കോഴികളൊക്കെ രക്ഷപ്പെടാൻ കാരണം ആ ഒരു മരുന്നാട്ടോ. പിന്നെ ഈ സൂപ്പർ കോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഴിക്കുട്ടികളുണ്ടല്ലോ, കോഴിക്കുട്ടികൾ തന്നെ പെട്ടെന്ന് ചെറുക് താത്തി തൂങ്ങി നിൽക്കണമൊക്കെ കാണാം. ബാക്കിൽ കാഷ്ട ഒട്ടിപ്പിടിച്ച് ദഹനക്കേട്, പിന്നെ കോക്സിഡിയോസിസ് ഒക്കെ വരും. അപ്പോൾ അതിനുള്ള ഒരു മരുന്നാണ് സൂപ്പർ കോക്സ്. അതും അളവ് കൂടാൻ പാടില്ല. 1 ലിറ്ററിലേക്ക് 1 ഗ്രാമാണ്. 1 ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു നുള്ള് പൊടിയാണ് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കേണ്ടത്. ഇത് ഈ കലക്കി കൊടുത്ത വെള്ളം നമ്മൾ ഫില്ലറിലാക്കിയിട്ട്, കോഴിക്കുട്ടികളല്ലേ ഒരു കുടിച്ചോളണമെന്നൊന്നുമില്ല, ഒരു ഫില്ലറിലാക്കിയിട്ട് ഏകദേശം 1 ഫില്ലർ 1 കോഴിക്കുട്ടിക്ക് അങ്ങനെ 2 നേരം വെച്ച് കൊടുക്കുക നമ്മൾ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റം വേഗം കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഇവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മൾട്ടിവിറ്റമിൻ സിറപ്പും കൊടുക്കാം, മൾട്ടിവിറ്റമിൻ സപ്ലിമെൻറ്റ്സും കൊടുക്കാം. അതൊക്കെ വായിൽ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കലക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ കുടിക്കൂല, കുടിച്ചിട്ടില്ലെങ്കിൽ അസുഖം മാറില്ല. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുത്തിട്ട് മാറിയില്ല, ആകെ നമുക്ക് ടെൻഷനാവും, കോഴി വളർത്തലേ മടുത്തു പോവും, ചടച്ചു പോവും.
അപ്പോൾ അസുഖം വന്നാൽ ആദ്യം അസുഖം മാറ്റിയെടുക്കാൻ അതിൻ്റെ എന്താ അസുഖം നോക്കുക, അതിൻ്റെ മരുന്ന് എന്താ നോക്കുക, കറക്റ്റ് മരുന്ന് കൊടുക്കുക. അല്ലാതെ അസുഖം വരുമ്പോഴത്തേക്ക് വേഗം പോയി ആൻറ്റിബയോട്ടിക് കൊടുക്കണ ആ ഒരു ഇത് നിർത്തണം. പിന്നെ നമ്മൾ വിരമരുന്ന് കൊടുക്കാഞ്ഞാലും അസുഖങ്ങൾ വരും കേട്ടോ. അതായത് ഇപ്പം മഴയൊക്കെയാണ്, കോഴികൾ ഇഷ്ടംപോലെ പുഴു, പാറ്റ, പ്രാണിയൊക്കെ കൊത്തി തിന്നുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും വിരമരുന്ന് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ എന്താണ് മെയിനായിട്ടും അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാതെ മരുന്ന് ആരും കൊടുക്കരുത്. അസുഖം കാണുമ്പോൾ തന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ. നമ്മളെല്ലാത്തിനും പെട്ടെന്ന് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ അത് യേശുവില്ല, കോഴികൾ ചത്തു പോവുക കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മൾ ശരിക്കും അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണോ വൈറൽ ഇൻഫെക്ഷനാണെന്നൊക്കെ ഡോക്ടറെ കാണിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക.